ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് വഹീകളാകുന്ന പരിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, ഇതിനെ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് യഥാർത്ഥ ജീവിതം ഉണ്ടാകുന്നത്, വഴികളിൽ നിന്ന് അയാൾക്ക് സംരക്ഷണം ലഭിക്കുന്നത് എന്ന മഹത്തായ ആശയമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു. നാമൊക്കെ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്, പ്രത്യക്ഷമായ രണ്ട് വഴികളുണ്ട്. ഒന്ന് സത്യവിശ്വാസത്തിന്റെയും സത്യവിശ്വാസികളുടെയും വഴിയാണ്. രണ്ട് സത്യനിഷേധത്തിന്റെയും സത്യനിഷേധികളുടെയും വഴിയാണ്. ഇതിൽ സത്യവിശ്വാസത്തിന്റെ വഴി സ്വീകരിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നതും ഞാനും നിങ്ങളും മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വഴികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ശരിയായ വഴി സ്വീകരിച്ചാൽ വിജയമുണ്ടെന്നും തെറ്റായ വഴി സ്വീകരിച്ചാൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ കഹ്ഫിലെ 29 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്, പറയുക അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ലഭിച്ചത് അതാവുന്നു സത്യം. അല്ലെങ്കിൽ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഹഖ്ഖാണ്, സത്യമാണ്. അതുകൊണ്ട് ഫമൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നവർ വിശ്വാസത്തിന്റെ വഴി സ്വീകരിക്കട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവർ നിഷേധത്തിന്റെ വഴിയും സ്വീകരിക്കട്ടെ. അപ്പോൾ ഒരു ഹഖ് അവിടെയുണ്ട്. ആ ഹഖിനെ പിൻപറ്റലാണ് സത്യവിശ്വാസികളുടെ വഴി. അതിനെ നിരാകരിക്കൽ സത്യനിഷേധികളുടെ വഴിയാണ്. എന്നാൽ സത്യനിഷേധത്തിന്റെ വഴി സ്വീകരിച്ചാൽ എന്താണ് പ്രശ്നം? അക്രമികളായ ആ ആളുകൾക്ക് നാം നരകമാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തിന്റെ വഴി നരകത്തിലേക്കാണ്. അതേ സന്ദർഭത്തിൽ 30 പറയുന്നത്, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. എന്നാൽ സത്യവിശ്വാസവും അതനുസരിച്ചുള്ള സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുന്നവരാരോ അവരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തെ അല്ലാഹു കുറച്ചു കളയുകയില്ല, അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വിശദീകരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വഴികൾ, ഒന്ന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, മറ്റൊന്ന് നരകത്തിലേക്കുള്ള വഴി, ഇത് സ്പഷ്ടമാണ്. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. വഴി നാം നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു തന്നിരിക്കുന്നു. ഒന്നുകിൽ നന്ദി കേട്ടവരായി നന്ദികളുടെ വഴി സ്വീകരിക്കാം, അല്ലെങ്കിൽ നന്ദിയുള്ള വിശ്വാസത്തിന്റെ വഴി സ്വീകരിക്കാം. എന്നാൽ إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس
നഫ്സിൻ കാന മിസാജുഹാ കാഫൂറ. ആരാണോ നിഷേധത്തിന്റെ വഴി സ്വീകരിക്കുന്നത് അവർക്ക് ചങ്ങലകളുണ്ട്, കത്തിയാളുന്ന നരകാഗ്നിയുണ്ട്. എന്നാൽ പുണ്യവാന്മാരായി വിശ്വാസത്തിന്റെ വഴി സ്വീകരിക്കുന്ന ആളുകൾക്കാകട്ടെ സ്വർഗീയമായ സുഖാനുഗ്രഹങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഈ രണ്ട് വഴി പ്രകടമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാ വിശ്വാസികളും എല്ലാ ദിവസവും 17 തവണ ഈ രണ്ട് വഴികളെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അവർ ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു വേള അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടാവുകയില്ല. ഏതാണത്? സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. ഏതാണ് ആ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ വഴി. അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് പോവേണ്ടത്. എന്നാൽ മറ്റൊരു വഴിയുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ട. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരാക്കപ്പെട്ടവരുടെ വഴിയല്ല. വലദ്ദാലീൻ, ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയവരുടെ വഴിയുമല്ല. ഇത് 17 തവണ നിർബന്ധമായും അതിനു പുറമെ ഐച്ഛികമായ സുന്നത്ത് നമസ്കാരത്തിലും നമ്മുടെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, ശരിയായ വഴിയുണ്ട്, മറ്റൊന്ന് തെറ്റായ വഴിയുണ്ട്. നമുക്ക് സഞ്ചരിക്കേണ്ടത് ശരിയായ വഴിയിലൂടെയാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം. അതിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അതല്ലാത്തത് അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമാക്കപ്പെടുന്ന വഴിയാണ് എന്ന് മുസ്ലിമീങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ പലപ്പോഴും അതിന്റെ ഒരു ഗൗരവമോ അതല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ അതിനെ എങ്ങനെ കൊണ്ടുവരണമെന്ന വിഷയത്തിലോ വിശ്വാസികൾ ജാഗ്രത പാലിക്കുന്നില്ല എന്നതാണ് ശരി. എന്നു മാത്രമല്ല, മറ്റെല്ലാ വഴികളിൽ നിന്നും ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ വഴി വ്യത്യസ്തമാണ് എന്ന് മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അമുസ്ലിമീങ്ങളാണ്. നമ്മുടെ പ്രത്യേകത, നമ്മുടെ വഴിയുടെ വിശുദ്ധി, അതിന്റെ ഗാംഭീര്യം, അതിന്റെ പ്രാമാണികത, ഇത് അവിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 109 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ വലിയ ഒരു സംഘം ആഗ്രഹിക്കുകയാണ്. എന്താണ് അവരുടെ ആഗ്രഹം? ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, ഈമാനിന്റെ വഴിയിൽ നിന്ന്, സത്യവിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് സത്യനിഷേധത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ വന്നിരുന്നെങ്കിൽ, നിങ്ങളെ മടക്കി കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. എന്താണ് കാരണം? ശ്രദ്ധിക്കൂ. ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അസൂയ കൊണ്ട്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിന്റെ വഴി, മുസ്ലിമീങ്ങളുടെ വഴി എന്നത് അസൂയാർഹമായ വഴിയാണ്. ഇത് നിഷേധികൾക്കറിയാം. അതുകൊണ്ട് എങ്ങനെയുണ്ട് സത്യവിശ്വാസത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ തെറ്റിക്കാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സത്യം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം. അപ്പോൾ ആരുടെ കയ്യിലാണ് സത്യം? ആരാണ് ശരിയായ വഴിയിൽ? ആരാണ് നന്മയുടെ വഴിയിൽ നിന്ന് സത്യനിഷേധികൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. സൂറത്തുൽ നിസായിലെ 89 നോക്കൂ. വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറു. വദ്ദൂ, അവർ ആഗ്രഹിക്കുന്നു. ലൗ തക്ഫുറൂൻ, നിങ്ങളും സത്യനിഷേധികളായിരുന്നെങ്കിൽ. കമാ കഫറു, അവർ സത്യനിഷേധികളായതുപോലെ. അപ്പോൾ അവർ എങ്ങനെയാണോ നിഷേധം കാണിക്കുന്നത്, അതേ നിഷേധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ അവർ ആഗ്രഹിക്കുന്നു. സൂറത്തു ആല ഇംറാൻ 69-ാമത്തെ വചനം നോക്കൂ. വദ്ദ ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബി ലൗ യുദില്ലൂനകും, വേദക്കാരിൽ ഒരു സംഘം ആഗ്രഹിക്കുന്നു അവർക്ക് നിങ്ങളെ വഴികളിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ നാം സത്യവിശ്വാസികളാണ്. ഏറ്റവും സത്യമായ വഴിയിലാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. ആ വഴിയിൽ നിന്ന് നമ്മെ തെറ്റിച്ച് നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ നിഷേധത്തിന്റെ ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇത് ആ ഒരു ആഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും അതിനുവേണ്ടി അവർ വലിയ ശ്രമങ്ങളും തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 120-ൽ കാണാം, വലൻ തർബ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. യഹൂദരും ക്രൈസ്തവരും തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുകയില്ല എന്നർത്ഥം. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹും,
അവരുടെ മില്ലത്തിനെ നബിയെ താങ്കൾ പിൻപറ്റുന്നത് വരെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ യഹൂദികളുടെ സ്വഭാവം കാണിക്കുന്നത് വരെ, അവരുടെ വിശ്വാസവും ആചാരവും സംസ്കാരവും സ്വീകരിക്കുന്നത് വരെ, അതേപോലെ തന്നെ ക്രൈസ്തവർ അവരുടെ വിശ്വാസവും ആചാരവും സംസ്കാരവും മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നത് വരെ അടങ്ങിയിരിക്കുകയില്ല, അവർ തൃപ്തിപ്പെടുകയില്ല. അവരുടെ മില്ലത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് പോലെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് വരെ അവർ പല തന്ത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും, പല തന്ത്രങ്ങളും പരത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളും അവരും ഒരുപോലെയാവാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നു. നബിയെ പറഞ്ഞു കൊടുക്കണം മുസ്ലിമീങ്ങൾക്ക്. എന്താ പറയേണ്ടത്? അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. അതിനപ്പുറത്തുള്ളതെല്ലാം വലാലത്തിന്റെ വഴികളാണ്. അല്ലാഹുവിൽ നിന്ന് ശരിയായ അറിവ് വന്നു കിട്ടിയതിന് ശേഷവും നിങ്ങൾ അവരെ പിൻപറ്റുകയാണെങ്കിൽ അതൊരു താക്കീതാണ്. അല്ലാഹുവിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ സഹായിക്കാൻ വേറൊരു സഹായിയെ, വേറൊരു സംരക്ഷകനെ കണ്ടെത്താൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുക സാധ്യമല്ല എന്നാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഇബ്രാഹിം 46-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖദ് മകറൂ മക്റഹും, അവർ അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. വഇൻദല്ലാഹി മക്റുഹും, അവരുടെ തന്ത്രങ്ങൾ റബ്ബിന്റെ അടുക്കലുണ്ട്, റബ്ബ് അത് അറിഞ്ഞിട്ടുണ്ട്. വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, അവരുടെ തന്ത്രം ഒരു പർവ്വതത്തെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകുമാറായിരിക്കുന്നു എന്നാണ്. ഇതിന് രണ്ട് തഫ്സീറാണ് ഉലമാക്കൾ പറഞ്ഞത്. ഒന്ന്, അവരുടെ തന്ത്രം ഒരു പർവ്വതത്തെ നീക്കാൻ മാത്രം പര്യാപ്തമല്ല എന്ന നിഷേധാത്മകമായ ഒരു അർത്ഥം അതിനുണ്ട്. എന്നാൽ അധിക മുഫസ്സിരീങ്ങളും പറഞ്ഞത് അവരുടെ തന്ത്രം ഒരു പർവ്വതം പോലും അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകുമാറ് മുസ്ലിമീങ്ങളെ കുഫറിലേക്ക്, വലാലത്തിലേക്ക് കൊണ്ടുപോകുവാനും സത്യവിശ്വാസത്തിന്റെ പുറകെ തടസ്സമായി നിൽക്കുവാനും വലിയ തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രമാത്രം വലിയ പരിശ്രമങ്ങളും കുതന്ത്രങ്ങളും നിഷേധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഈ കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാനിലെ 100-101 വചനങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പഠനാർഹമായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ട അഥവാ മറ്റു മതസ്ഥരായ യഹൂദരെ, ക്രൈസ്തവരെ ഒക്കെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, അവർ പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ഈമാനിന് ശേഷം, സത്യവിശ്വാസത്തിന് ശേഷം അവർ നിങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ വിശ്വാസത്തിൽ അവർ വൈകല്യങ്ങൾ ഉണ്ടാക്കും, നിങ്ങളുടെ സംസ്കാരത്തിൽ അവർ വൈകല്യങ്ങൾ ഉണ്ടാക്കും, നിങ്ങളുടെ ആചാരങ്ങളിൽ അവർ വൈകല്യങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ അവരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. റബ്ബ് ചോദിക്കുകയാണ്, വകൈഫ തക്ഫുറൂൻ, നിങ്ങൾക്ക് എങ്ങനെ കുഫറിലേക്ക് പോകാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ അവരുടെ വഴി സ്വീകരിക്കാൻ പറ്റും? വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ, ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ കലാമുകൾ ഉണ്ടായിരിക്കെ, ആ വചനങ്ങളുടെ അർത്ഥവും പൊരുളും നിങ്ങൾ അറിഞ്ഞിരിക്കെ എങ്ങനെ കുഫറിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും? തീർന്നില്ല, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലും ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ കുഫറിലേക്ക് പോകാൻ സാധിക്കും? ആരാണോ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നത് അവർ നേരായ വഴിയിലേക്ക് വഴി നടത്തപ്പെടുന്നതാണ്. മുഫസ്സിരീങ്ങളും ഫുഖഹാക്കളും ആലിമീങ്ങളും പറയുന്നു, ഈ ആയത്തിൽ വലിയ ഒരു തത്വമുണ്ട്. അല്ലാഹു ചോദിക്കുന്നത് വകൈഫ തക്ഫുർ, എങ്ങനെ നിങ്ങളിലേക്ക് കുഫർ വരും? അത് ചെറിയ കുഫറാകട്ടെ, വലിയ കുഫറാകട്ടെ, ഗൗരവമേറിയ കുഫറാകട്ടെ, അനുസരണക്കേടാകുന്ന ചെറിയ കുഫറുകളാകട്ടെ, അതെങ്ങനെ നിങ്ങളിലേക്ക് വരും? വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും കുഫറിലേക്ക് പോകാൻ കഴിയില്ല. ഖുർആനിനെ ഗൗരവതരമായി പഠിക്കുന്ന ഒരാൾക്ക്,
നിരന്തരമായി ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കം അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാണ്. കുഫറിലേക്ക് പോകാൻ സാധ്യമേയല്ല. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ കുഫറിലേക്ക് പോകാൻ കഴിയും? ഉലമാക്കൾ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിങ്ങളിലുണ്ടോ, നിങ്ങൾക്ക് കുഫറിലേക്ക് പോകാൻ കഴിയില്ല. ഒരു നിരീശ്വരവാദിയും നിങ്ങളെ വഴിതെറ്റിക്കുകയില്ല, ഒരു സ്വതന്ത്രവാദിയും നിങ്ങളെ വഴിതെറ്റിക്കുകയില്ല. മതത്തിൽ നിന്ന് നിങ്ങളെ മുത്തത്തികളാക്കാൻ ഒരാൾക്കും കഴിയില്ല. ബഹുദൈവാരാധനയുടെ വഴിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. വിദഅത്തിന്റെ ഖുറാഫാത്തിന്റെ വഴികളിലേക്ക് നിങ്ങൾ തെന്നിപ്പോവില്ല. എപ്പോൾ സുന്നത്ത് നിങ്ങളിൽ ഉണ്ടായാൽ, ഖുർആൻ നിങ്ങളിൽ ഉണ്ടായാൽ. ഇതാണ് രണ്ട് വഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങളാണ് ഞാൻ വിട്ടേച്ചു പോകുന്നത്. ലൻ തദ്രിബു മാ തമസ്സക്തും ബിഹിമാ, അതിനെ രണ്ടിനെയും മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. രണ്ട് വസുന്നത റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്താണ്. അപ്പോൾ നമ്മിൽ ഖുർആൻ ഉണ്ടെങ്കിൽ, നമ്മിൽ സുന്നത്ത് ഉണ്ടെങ്കിൽ, ഇത് രണ്ടിനെയും മുറുകെ പിടിച്ചാൽ വഴി തെറ്റുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്, വമൻ യഅതസിം ബില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നത്, അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും ആരാണോ മുറുകെ പിടിക്കുന്നത്, ഫഖദ് ഹുദിയ, അയാൾ വഴി നടത്തപ്പെട്ടു. വഴി ചേരുന്നല്ല പറഞ്ഞത്. ഹുദിയ എന്ന പ്രയോഗം അത് ഉറപ്പിനെ കാണിക്കുന്നു. ഒരു സംശയം വേണ്ട, സിറാത്തുൽ മുസ്തഖീമിലായിരിക്കും. എപ്പോഴെല്ലാം നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കുന്നുണ്ടോ, എപ്പോഴെല്ലാം നിങ്ങൾ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നുണ്ടോ, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലായിരിക്കും. എവിടെയെല്ലാം നിങ്ങൾ ഖുർആനിനെ മെല്ലെ അവഗണിക്കുന്നുണ്ടോ, എവിടെയെല്ലാം നിങ്ങൾ സുന്നത്തിനെ മെല്ലെ അവഗണിക്കുന്നുണ്ടോ, അവിടങ്ങളിലെല്ലാം നിങ്ങൾ ളലാലത്തിലുമായിരിക്കും. ഇനി നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു ഇതെല്ലാം വിശ്വാസികളെ വിളിച്ചാണ് പറയുന്നത്. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. അല്ലാഹു നിങ്ങളെ വിളിക്കുമ്പോൾ അത് കേൾക്കണം. അതേപോലെ തന്നെ വലിയ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോൾ അതിനും നിങ്ങൾ ഉത്തരം നൽകണം. ഇദാ ദഅഅകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുമ്പോൾ, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ അല്ലാഹു പറയുന്നത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഹയാത്ത് ഉണ്ടാകും. ഉലമാക്കൾ പറയുന്നത് ഏറ്റവും ജീവസുറ്റ ഹൃദയവും ആത്മാവും അല്ലാഹുവിനനുസരിക്കുന്നവർക്കാണ് ഉണ്ടാകുക. ഏറ്റവും ജീവസുറ്റ ഹൃദയവും ആത്മാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നവർക്കാണ് ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, തെളിഞ്ഞ വിവേകവും തെളിഞ്ഞ ബുദ്ധിയും സുന്നത്തിനെ പിൻപറ്റുന്നവർക്കാണ് ഉണ്ടാവുക. തെളിഞ്ഞ വിവേകവും തെളിഞ്ഞ ബുദ്ധിയും ഖുർആനിനെ പിൻപറ്റുന്നവർക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എവിടെയെല്ലാം നിങ്ങൾ ഖുർആനിനെ പിൻപറ്റുന്നവോ, റസൂലിനെ പിൻപറ്റുന്നവോ, അവരുടെ ആഹ്വാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നവോ, അവിടെ നിങ്ങൾക്ക് ജീവിതമുണ്ട്. നിങ്ങൾക്ക് ജീവിതമുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, വഅലമു, പഠിച്ചു വെച്ചോ, അറിഞ്ഞോളൂ. എന്താണ്? ഒരു വ്യക്തിയുടെയും അവരുടെ ഹൃദയത്തിന്റെയും ഇടയിൽ അല്ലാഹു മറയിട്ട് കളയും. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഖുർആനിനെ അവഗണിക്കുകയാണെങ്കിൽ, സുന്നത്തിനെ അവഗണിക്കുകയാണെങ്കിൽ, ഹൃദയത്തിന് അല്ലാഹു മുദ്ര വെച്ച് കളയും. ആ മുദ്ര റബ്ബ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സത്യം സ്വീകരിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാകുന്നു. അപ്പോൾ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമാണ് യഥാർത്ഥ ഹയാത്ത് ഉണ്ടാകുന്നത്, വലാലത്തിൽ നിന്നുള്ള സംരക്ഷണവും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളായ നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ മുഴുവൻ സ്ത്രീകളോടും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? സൂറത്തുൽ അഹ്സാബിലെ 33-34 കാണാം. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, ആദ്യകാല ജാഹിലിയ്യ കാലഘട്ടത്തിലെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് പോലെയുള്ള തെറ്റായ മാർഗത്തിലൂടെയും തെറ്റായ ലക്ഷ്യത്തോടുകൂടിയും നിങ്ങൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമസ്കാരം നിലനിർത്തണം. നിങ്ങൾ സക്കാത്ത് നൽകണം. സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അഥവാ ഖുർആനും സുന്നത്തും പിൻപറ്റണം.
എന്നിട്ട് റബ്ബ് പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. ഓ നബിയുടെ കുടുംബക്കാരെ, ഓ നബിയുടെ ഇണകളെ, മുസ്ലിം സ്ത്രീകളെ, ഇതിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്, നിങ്ങളിൽ നിന്ന് മ്ലേച്ഛത ഒഴിവാക്കാനാണ്. തെറ്റായ ചിന്തകൾ, തെറ്റായ സംസ്കാരം, തെറ്റായ സ്വഭാവം, പെരുമാറ്റം, വിശ്വാസം, ആചാരം, ഇതൊക്കെ റിജിസാണ്. ഈ റിജിസിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാറ്റണമെങ്കിൽ ഖുർആൻ പിൻപറ്റിയേ മതിയാകൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയേ മതിയാകൂ. തീർന്നില്ല, ഒരു വമ്പിച്ച ശുദ്ധി നിങ്ങൾ നടത്താനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് തസ്കിയത്താണ്, നിങ്ങളെ ശുദ്ധീകരിക്കലാണ്, നിങ്ങളെ നന്നാക്കിയെടുക്കലാണ്, സത്യനിഷേധികളുടെ വഴികളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതെ നിങ്ങളെ സംരക്ഷിക്കലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിനെന്ത് വേണം? സ്ത്രീകളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും ഹിക്മത്ത് അഥവാ സുന്നത്ത് പഠിക്കുകയും വേണം. അങ്ങനെ ഖുർആൻ പഠിച്ച് സുന്നത്ത് പഠിച്ച് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങൾ എല്ലാ വലാലത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയും നമ്മുടെ വിജയത്തിന് വേണ്ടിയും അവതരിപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ നമ്മൾ മുറുകെ പിടിക്കുക, എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഹോദരങ്ങളോട് തന്നെയാണ് വസിയത്ത് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, വലാ തത്തബിഅ അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്. നബിയെ, താങ്കൾക്ക് അല്ലാഹു സത്യം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്, അതാണ് ഖുർആനും സുന്നത്തും. അതുകൊണ്ട് മറ്റുള്ളവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതും സ്വന്തം നഫ്സിൽ നിന്നാണ്. അതിനേക്കാൾ എത്ര ഉന്നതമാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവായ, മനുഷ്യരുടെ ഹൃദയങ്ങളുടെ സൃഷ്ടാവായ, മനുഷ്യരുടെ ആത്മാക്കളുടെ സൃഷ്ടാവായ റബ്ബിനുള്ള മാർഗദർശനം. നിസ്സാരനായ മനുഷ്യന്റെ നിസ്സാരമായ അറിവിൽ നിന്ന് വരുന്ന അവന്റെ തോന്നലുകളെയും ചിന്തകളെയുമാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതല്ല, അത്ഭുതകരമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അത്യുന്നതനായ റബ്ബിന്റെ വാക്കുകളെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സത്യം റബ്ബിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നു, വലാ തത്തബിഅ അഹ്വാഅഹും വഹ്ദറഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. അവരുടെ തന്നിഷ്ടങ്ങളെ നബിയെ പിൻപറ്റരുത് എന്ന് മാത്രമല്ല, വഹ്ദറഹും, അവരെ കരുതിയിരിക്കണം. അല്ലാഹു ഖുർആനിലൂടെ അവതരിപ്പിച്ച് തന്നതിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയാൻ അവർ ശ്രമിക്കും. ഖുർആനിലുള്ള ആ ആശയം അതത്ര ശരിയല്ല, പ്രവാചകന്റെ സുന്നത്തിലെ ആ ഒരു കാര്യം അതത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സുകളിൽ അവർ വസ്വാസം ഉണ്ടാക്കാതിരിക്കട്ടെ. അതുകൊണ്ട് നബിയെ, അവർ പറയുന്നത് പിൻപറ്റരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ സ്വാദിലെ 26-ൽ പറയുന്നു, വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ്. ദേഹേച്ഛയെ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത്. അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ച് കളയുന്നതാണ്. സൂറത്തുൽ ശൂറയിലെ 15-ൽ അല്ലാഹു പറയുന്നു, വസ്തഖിം കമാ ഉമിർത വലാ തത്തബിഅ അഹ്വാഅഹും. കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വെ നിലകൊള്ളുക, ഒരിക്കലും അവരുടെ തന്നിഷ്ടത്തെ പിൻപറ്റരുത് എന്ന് പറഞ്ഞാൽ റബ്ബ് പറഞ്ഞതുപോലെ കേൾക്കണം, മറ്റുള്ളവരുടെ തന്നിഷ്ടത്തിന്റെ പിന്നാലെ പോകരുത്. സൂറത്തുൽ ജാസിയയിലെ 18-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. നബിയെ, ഏറ്റവും നല്ല ഒരു ശരീഅത്തിൽ അഥവാ തെളിഞ്ഞ പാതയിലാണ് അല്ലാഹു താങ്കളെ ആക്കിയിട്ടുള്ളത്. അതിന്റെ രാവ് പോലും പകൽ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ടില്ല. ഇരുട്ടില്ലാത്ത വ്യക്തമായ ഒരു വഴിയാണ് ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഫത്തബിഅഹ, അതിനെ ഫോളോ ചെയ്യണം. വലാ തത്തബിഅ അഹ്വാഅല്ലദീന ലാ യഅലമൂൻ. വിവരമില്ലാത്ത ആളുകൾ തന്നിഷ്ടപ്രകാരം പറയുന്നതിനെ ഒരിക്കലും ഫോളോ ചെയ്യുവാനും പാടില്ലാത്തതാണ്. വിഷയത്തിന്റെ ഗൗരവം അറിയുന്നത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ചില പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാലുള്ള പ്രാരംഭ പ്രാർത്ഥനയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുമ്മ അല്ലാഹുവേ അൻതൽ ഹഖ്, നീയാണ് സത്യം, വവഅദുക ഹഖ്ഖുൻ, നിന്റെ വാഗ്ദത്തം സത്യമാണ്, വഖൗലുക ഹഖ്ഖുൻ, റബ്ബേ നീ പറഞ്ഞ ഖൗലുകളാണ് സത്യം, വലിഖാഉക ഹഖ്ഖുൻ, നിന്നെ കണ്ടുമുട്ടുമെന്നതും സത്യമാണ്, വൽ ജന്നതു ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണ്, വന്നാറു ഹഖ്ഖുൻ, നരകവും സത്യമാണ്, വസ്സാഅതു ഹഖ്ഖുൻ, അന്ത്യസമയം സത്യമാണ്, വന്നബിയ്യൂന ഹഖ്ഖുൻ, എല്ലാ നബിമാരും സത്യമാണ്, വമുഹമ്മദുന ഹഖ്ഖുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖാണ്. ഈ പറയപ്പെട്ടതെല്ലാമാണ് ഹഖ് 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 എന്ന അല്ലാഹുവിന്റെ റസൂൽ രാത്രികളിൽ റബ്ബിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശേഷം നബിയുടെ പ്രാർത്ഥന എന്താണ്? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ വമീകായീൽ വഇസ്റാഫീൽ ഫാത്തിറ അസ്സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ജിബ്രീലിന്റെയും മീകായീലിന്റെയും ഇസ്റാഫീലിന്റെയും റബ്ബേ, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ, നിന്റെ അടിമകൾക്കിടയിൽ നീയാണല്ലോ വിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്ക് വഴി കാണിച്ചു തരണേ റബ്ബേ. ഹക്കിൽ നിന്ന് ജനങ്ങൾ ഏതിലേക്കാണോ തെറ്റിപ്പോയത് അതിൽ ശരിയായ ഹക്കിന്റെ വഴി ഏതാണ്, സിറാത്തുൽ മുസ്തഖീം ഏതാണ്, സത്യവിശ്വാസികളുടെ വഴി ഏതാണ് എന്ന് റബ്ബേ നീ എനിക്ക് കാണിച്ചു തരണമേ. കാരണം ഒരുപാട് മതങ്ങളും ദർശനങ്ങളും വഴികളും എല്ലാം ഉണ്ട്. അതിൽ നിന്ന് ഹക്കിന്റെ വഴി റബ്ബേ നീ കാണിച്ചു തരണേ എനിക്ക്. തീർച്ചയായും സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീയാകുന്നു നയിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് ജാഗ്രത പുലർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അഥവാ മറ്റുള്ളവരുടെ വഴികൾ നിങ്ങൾ പരോക്ഷമായി ഹൃദയത്തിൽ മാത്രമല്ല. ചില ആളുകൾ ചോദിക്കും, വിശ്വാസം ഹൃദയത്തിലല്ലേ, പ്രവൃത്തി കൊണ്ട് പ്രശ്നമുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉള്ളിലുള്ള വിശ്വാസത്തിന് പുറമെ അതിൽ കളങ്കമില്ല എന്ന് നിങ്ങൾ വാദിച്ചാൽ പോലും പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സത്യനിഷേധികളുടെ വഴികളോട് സാമ്യത ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽപ്പെട്ടതാണ്. മറ്റൊരു സമൂഹത്തോട് ബാഹ്യമായി ആരാണോ സാദൃശ്യം വെച്ചു പുലർത്തുന്നത് അവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ സാദൃശ്യം പോലും നല്ലതല്ല എന്നർത്ഥം. ഇബ്നു ദിഹ്ബത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, തന്റെ ഉപ്പ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം പറയാണ്, ഞാൻ മദീന പള്ളിയിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത്, രാത്രിയുടെ അവസാനത്തിൽ ഞാൻ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പള്ള നിലത്ത് കത്തിച്ചുകൊണ്ടുള്ള കിടത്തം, കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരാൾ വന്ന് കാലുകൊണ്ട് എന്നെ മെല്ലെ തട്ടിയിട്ട് എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക്. കമിഴ്ന്ന് കിടക്കല്ല, അല്ലാഹുവിന് കോപമുള്ള കിടത്തമാണ്, അതുകൊണ്ട് അങ്ങനെ കിടക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്റെ തല ഉയർത്തി നോക്കി. അപ്പോൾ അത് അല്ലാഹുവിന്റെ റസൂലാണ് എന്നെ തട്ടി ഉണർത്തുന്നത്. റസൂലുള്ള പറയാണ്, എഴുന്നേൽക്ക്, ഇങ്ങനെ കിടക്കല്ലേ, ഇത് റബ്ബിന് കോപമുള്ള കിടത്തമാണ്. നോക്കൂ, ആ കിടത്തം പോലും റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കിടത്തമാണെങ്കിൽ അതുപോലെ കിടക്കരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അഥവാ അല്ലാഹുവിന്റെ ദേഷ്യമുള്ളവരുടെ വഴി അത് കിടക്കുന്ന ഒരു സ്റ്റൈലിലാണെങ്കിൽ പോലും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജാബിർ ഇബ്നു സലീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു, അലൈക്കസ്സലാമു യാ റസൂലല്ലാഹ് എന്ന് ഞാൻ 2 തവണ, ഒരു റിവായത്തിൽ 3 തവണ പറഞ്ഞു, അലൈക്കസ്സലാമു യാ റസൂലല്ലാഹ്. അങ്ങനെ പറയാൻ കാരണം അല്ലാഹുവിന്റെ റസൂൽ മടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ തഖുൽ അലൈക്കസ്സലാം, അലൈക്കസ്സലാം എന്ന് പറയരുത്. അത് സലാം മടക്കുമ്പോൾ പറയേണ്ടതാണ്, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറയരുത്. അലൈക്കസ്സലാം എന്നുള്ളത് അലൈക്കസ്സലാമു തഹിയ്യത്തുൽ മൗതാ, മരിച്ചവരെ അഭിസംബോധന ചെയ്യാൻ ജാഹിലിയ്യ കാലഘട്ടക്കാർ അങ്ങനെയായിരുന്നു പറഞ്ഞത്. എന്നാൽ മുസ്ലിമീങ്ങൾ നമ്മൾ ഖബർസ്ഥാനിൽ പോകുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ളവർ ഖബർസ്ഥാനിൽ പോയാൽ അല്ലെങ്കിൽ മരിച്ചവരെ ഉദ്ദേശിച്ച് അലൈക്കസ്സലാം എന്നാണ് പറഞ്ഞത്.
അതുപോലെ നമ്മൾ പറയരുത്. മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അലൈക്കസ്സലാം എന്ന് പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ സംസാരത്തിലെ രീതിമാറ്റം പോലും നല്ലതല്ല, അല്ലെങ്കിൽ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് നിഷേധികളുടെ വഴികളിലൂടെ ഒന്നും പോവാതിരിക്കുക. പിന്നെയോ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ലസ്തു താരിഖുൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബി ഇല്ലാ അമിർതു ബിഹി. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ഒരു കാര്യവും ഞാൻ ഉപേക്ഷിക്കില്ല. ഷൈഅൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ടായ ഒരു കാര്യത്തിന് പോലും ഉപയോഗിക്കുന്ന വേർഡാണ് ഷൈ. അതുപോലെ ഞാൻ ഒഴിവാക്കൂല. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ മാറ്റിയാൽ ഞാൻ വഴിതെറ്റി പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. പ്രവാചകന്റെ സുന്നത്ത് അത് എത്ര ചെറുതാണെങ്കിലും അത് ഞാൻ ഉപേക്ഷിക്കൂല. അത് ഉപേക്ഷിച്ചാൽ ഞാൻ വഴിതെറ്റി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. അതേപോലെ തന്നെ സക്കാത്ത് നൽകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പറഞ്ഞ ആളുകളോട്, മുസ്ലിമീങ്ങളോട് അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ശരിയാണോ എന്ന് ചോദിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകിയ മറുപടി വല്ലാഹി ലൗ മനഊനി അനാഖൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. അല്ലാഹുവാണ് ഒട്ടകത്തെ കെട്ടുന്ന ഒരു കയറാണ് അവർ നബി ജീവിച്ചിരിക്കുമ്പോൾ നബിക്ക് കൊടുത്തത്. എന്നാൽ നബിയുടെ കാലശേഷം അത് വേണ്ടെന്ന് അവർ തീരുമാനിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. അതിന്റെ ശറഹിൽ ഉലമാക്കൾ പറയുന്നത്, അഥവാ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അവർ അനുവർത്തിച്ചു വന്ന ഒരു വിഷയം അത് ഒട്ടകത്തെ കെട്ടുന്ന കയറിനോളം നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഒഴിവാക്കാൻ പാടില്ല. അതിലൂടെ വഴിപിഴവ് കടന്നു വരും എന്നാണ് ഉലമാക്കൾ നമുക്ക് തെളിവുകളുടെ പിൻബലത്തോടുകൂടി പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ രക്ഷാമാർഗം ഖുർആനും സുന്നത്തും അതിനെ മുറുകെ പിടിക്കലാണ്. അതിലാണ് ജീവിതമുള്ളത്, അതിലാണ് സംരക്ഷണമുള്ളത്, അതിലാണ് സുരക്ഷിതത്വമുള്ളത്. അതിൽ നിന്ന് നമ്മെ വഴിതെറ്റിപ്പോവാൻ പലനിരക്കുമുള്ള ശ്രമങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകാം, നമ്മുടെ സ്വന്തം ദേഹേച്ഛയിൽ നിന്നും ഉണ്ടാകാം. അതിനെ കരുതിയിരിക്കുക. അത് നമ്മെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.